പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ എപ്പോഴും പണി മേടിക്കുന്ന ഞാൻ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് 11 മണിയുടെ ഇൻ്റർവ്യൂവിന് 10:30 ആയപ്പോഴത്തേക്കും സ്പോട്ടിലെത്തി. യൂഷ്വലി ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ചെറിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇന്നത്തെ ഇൻ്റർവ്യൂവിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കയ്യിൽ നിന്ന് കുറച്ച് മോട്ടിവേഷനും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും മേടിച്ച് കുടിച്ചിട്ട് നേരെ അലക്സാണ്ടറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ അങ്ങ് വെച്ച് കാഴ്ച. ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തെന്തോ ഇൻ്റർവ്യൂ ഉണ്ടായി. എന്നാലും എനിക്ക് ശരിക്കും ഒരു ചെറിയ ഫ്രണ്ട്ലി ഡിസ്കഷനായിട്ടേ ഫീൽ ചെയ്തുള്ളൂ. യൂഷ്വലി UK ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ നമുക്കൊരു ട്രയൽ ഷിഫ്റ്റ് കൂടി ഉണ്ടാവും. ബട്ട് ഇവിടെ അദ്ദേഹം ജഡ്ജ് ചെയ്തത് എനിക്ക് തോന്നുന്നു എൻ്റെ തിയററ്റിക്കൽ നോളജും എൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇതൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. യൂഷ്വലി ഒരു ബാർടെൻഡിങ് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു കോക്ടെയിലെങ്കിലും ഉണ്ടായി കാണിക്കാൻ പറയാം. എൻ്റെ കോക്ടെയിൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ആ ജോബ് കൺഫേംഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നോളജിനേക്കാളും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനേക്കാളും ഒക്കെ മേലെ നമ്മൾ കാണിക്കേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും ഒക്കെയാണ്. ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും തന്നെ എനിക്ക് അദ്ദേഹം കൺഫർമേഷൻ തന്നു. ഐ ഗോട്ട് ഹയർഡ് ദെയർ. ആൻഡ് ഒരു വെർബൽ കൺഫർമേഷനേക്കാളും കൂടുതൽ ഒരു റിട്ടേൺ കൺഫർമേഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് വൈകിട്ടത്തേക്ക് ഒരു ഇമെയിലും അയച്ചു. ദ ഡേ ആഫ്റ്റർ ഐ ഗോ ഓഫർ ലെറ്റർ ഫ്രം ദ കമ്പനി. എന്തൊക്കെയാലും ആ സന്തോഷത്തിൽ വീട്ടിൽ വന്ന ഉടനെ ഞാൻ ചിക്കൻ കറിയും വെച്ച് ചപ്പാത്തിയും കൂട്ടി തട്ടി അതിൻ്റെ ഒപ്പം 2 പാട്ടും പാടി നേരെ കിടന്നുറങ്ങി.